ഹായ് ഓൾ. ഇന്ന് നമ്മൾ ട്രയാങ്കിൾസ് പറഞ്ഞ ചാപ്റ്ററാണ്. ട്രൈ എന്ന് പറഞ്ഞാൽ എന്താ? 3 എന്നാണ് അർത്ഥം. അപ്പോൾ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞാൽ 3 ആംഗിൾ ജോയിൻ ചെയ്യുന്നത്. 3 ആംഗിൾസ് ഉള്ള ഫിഗറിനെയാണ് നമ്മൾ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അതിലെന്താ 3 ആംഗിൾസ് ഉണ്ടാവും, 3 ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ഉണ്ടാവും. ഇന്റർസെക്റ്റിംഗ് ലൈൻസ് 3 വെർട്ടിസസും ഉണ്ടാവും. ഇതാണ് ആംഗിൾസ്, ഇത് വെർട്ടിസസ് എ ബി സി. ഇതിന് 3 സൈഡ്സും ഉണ്ടാവും. 3 സൈഡ്സ് ഏതൊക്കെയാ? എ ബി, ബി സി, എ സി. എ ബി, ബി സി, എ സി. 3 വെർട്ടിസസ് ഏതൊക്കെയാ? എ ബി സി. 3 ആംഗിൾസ് ഏതൊക്കെയാ? ആംഗിൾ എ ബി സി, ആംഗിൾ ബി എ സി, ആംഗിൾ എ സി ബി. ആംഗിൾ എ ബി സി, ആംഗിൾ ബി എ സി, ആംഗിൾ എ സി ബി. അല്ലെങ്കിൽ ഈ കേസിൽ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ ബി, ആംഗിൾ എ, ആംഗിൾ സി എന്ന്. അങ്ങനെ 3 ആംഗിൾസും 3 വെർട്ടിസസും 3 സൈഡ്സും ഉള്ള 3 ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഫിഗറിനെയാണ് നമ്മൾ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് കോൺഗ്രുവൻസ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. അതിന് മുന്നേ കോൺഗ്രുവൻസ് എന്താന്ന് പറയാം. കോൺഗ്രുവൻസ് പറഞ്ഞാൽ ഈക്വൽ ഇൻ ഓൾ റെസ്പെക്ട്സ് എന്നാണ് അർത്ഥം. എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയാലും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയാം. കോൺഗ്രുവൻറ്റ് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ 2 സർക്കിൾ ഉണ്ടാവും, അതിൻ്റെ റേഡിയസ് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ? റേഡിയസ് സെയിം ആണെങ്കിൽ അത് ഒന്നിന്റെ മേലെ വെച്ചാൽ എന്ത് പറ്റും? അത് ദേ കവർ ഈച്ച് അതർ കംപ്ലീറ്റ്ലി എന്നാണ് പറയാം. ദേ കവർ ഈച്ച് അതർ കംപ്ലീറ്റ്ലി. ഒരു സർക്കിൾ എടുത്തിട്ട് വേറെ സർക്കിളിന്റെ മുകളിൽ വെച്ചാൽ അത് മൊത്തമായിട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കോൺഗ്രുവൻറ്റ് സർക്കിൾസ് എന്ന് പറയാം. ഒരു സർക്കിൾ എടുത്തിട്ട് വേറെ സർക്കിളിന്റെ മുകളിൽ വെച്ചാൽ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തമായിട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഗ്രുവൻറ്റ് സർക്കിൾസ് എന്ന് പറയാം. അതിന്റെ റേഡിയസ് സെയിം ആയിരിക്കും. കോൺഗ്രുവൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഫിഗേഴ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുക. 2 triangles are congruent if corresponding sides and angles are equal. കറസ്പോണ്ടിങ് ആയ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് എന്ത് 2 ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. നമുക്ക് 3 ട്രയാങ്കിൾസ് എടുത്ത് നോക്കാം. ആദ്യം എ ബി സിയും പി ക്യു ആറും എടുത്തു നോക്കാം. എ ബി സിയിലെ എ ബി എന്താ? എ ബി ഈക്വൽ ടു ഇവിടെ ഏതാ? പി ക്യു. ഓക്കെ, ഇനി അതിന്റെ തൊട്ടടുത്ത സൈഡ് ബി സി. ബി സി എന്തിനോടാ ഈക്വല്? ആർ ക്യു. ആർ ക്യൂനോട് ഈക്വൽ ആണ് അല്ലേ? അടുത്തെന്താ? എ സി എന്തിനോടാ ഈക്വല്? ആർ പിനോട് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയാം. ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ പി ക്യു ആർ. കോൺഗ്രുവന്റ് സിമ്പിൾ ഇതാ ഇങ്ങനെയാണ്. ആദ്യം ഈക്വൽ ടു ഇടുക, എന്നിട്ട് അതിന്റെ മുകളിൽ സിമിലറിന്റെ സിമ്പിൾ ഇടാം. എ ബി ഈക്വൽ ടു പി ക്യൂനെ നമ്മൾ എന്ത് പറയാം? പി ക്യു കവേഴ്സ് എ ബി എന്നോ അല്ലെങ്കിൽ എ ബി കവേഴ്സ് പി ക്യു എന്നോ പറയാം. അതേപോലെ ബി സി കവേഴ്സ് ആർ ക്യു എന്നോ ആർ ക്യു കവേഴ്സ് ബി സി എന്നോ പറയാം. എ സി കവേഴ്സ് ആർ പി എന്നോ ആർ പി കവേഴ്സ് എ സി എന്നോ പറയാം. ഓക്കെ, അങ്ങനെയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് എ ബി സി. എ ബി സി 4.5 × 5 ഇടയിലുള്ള ആംഗിൾസ് ആണ് എ ബി സി എന്ന് പറഞ്ഞാൽ. ആംഗിൾ എ ബി സി ഇവിടെ 4.5 × 5 ഇടയിലുള്ള ആംഗിൾ ഏതാ? പി ക്യു ആർ. ആംഗിൾ പി ക്യു ആർ. എ ബി സി ഈക്വൽ ടു ആംഗിൾ പി ക്യു ആർ. അടുത്ത് 4.5 × 4 ഇടയിലുള്ള ആംഗിൾ അതേതാ? ആംഗിൾ ബി എ സി. അവിടെ ഏതാ? 4.5 × 4 ഇടയിലുള്ള ആംഗിൾ ആംഗിൾ ആർ പി ക്യു. അടുത്തത് എന്താ? 5 × 4 ഇടയിലുള്ള ആംഗിൾ അതേതാ? ആംഗിൾ എ സി ബി. 5 × 4 ഇടയിലുള്ള ആംഗിൾ ഏതാ? ഇവിടെ പി
ആർ ക്യൂ. അങ്ങനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എഴുതാം. ആംഗിൾസ് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ എഴുതണം. കോൺഗ്രുവന്റ് ട്രയാംഗിൾസിൽ ശ്രദ്ധിക്കണം. നമുക്ക് എന്താ കിട്ടിയത്? ട്രയാംഗിൾ പി ക്യു ആർ കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ എ ബി സി എന്ന് കിട്ടി. പക്ഷേ നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല? ട്രയാംഗിൾ ക്യു പി ആർ ട്രയാംഗിൾ ക്യു പി ആർ കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ എ ബി സി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? അത് കറസ്പോണ്ടിങ് ആയിട്ട് അല്ല നമ്മൾ എഴുതുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ നമ്മൾ എഴുതണം കോൺഗ്രുവൻസി എഴുതുമ്പോൾ, അല്ലെങ്കിൽ അത് തെറ്റാണെന്നാണ് പറയാം. കോൺഗ്രുവൻസിയിൽ എഴുതുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ എഴുതണം. പി എന്ന് പറഞ്ഞ വെർട്ടെക്സ് 4ന്റെ 4.5ന്റെ ഇടയിലാണ്. 4ന്റെ 4.5ന്റെ ഇടയിൽ ഇവിടെ ഏതാ ഉള്ളത്? എ ആണുള്ളത്. ഇവിടെ പി ഉള്ളപ്പോൾ ഇവിടെ എ ആണ്. 5ന്റെ 4.5ന്റെ ഇടയിൽ ഏതാ ഉള്ളത്? 5ന്റെ 4.5ന്റെ ഇടയിൽ ബി ആണുള്ളത്. ഇവിടെ ഏതാ? 5ന്റെ 4.5ന്റെ ഇടയിൽ ക്യൂ ആണുള്ളത്. അടുത്തെന്താ? 4ന്റെ 5ന്റെ ഇടയിൽ 4ന്റെ 5ന്റെ ഇടയിൽ 6. ഇവിടെ 4ന്റെ 5ന്റെ ഇടയിൽ സി. അങ്ങനെയാണ് നമ്മൾ എഴുതാം. നമ്മൾ കോൺഗ്രുവന്റ് ട്രയാംഗിൾസ് എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണെന്ന് പറയും. കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണെന്ന് നമ്മൾ ജനറലായിട്ട് എങ്ങനെ പറയാം? സി പി സി ടി എന്നാണ് പറയാം. സി പി സി ടി എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് parts of congruent triangles. CPCT എന്ന് പറഞ്ഞാൽ എന്താ? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാംഗിൾസ്. നമ്മൾ കോൺഗ്രുവന്റ് ട്രയാംഗിൾസ് എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് പാർട്സ്, അത് സൈഡ് ആവട്ടെ അല്ലെങ്കിൽ ആംഗിൾ ആവട്ടെ, ഏതായാലും കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാംഗിൾസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതുക. നമുക്ക് ക്രൈറ്റീരിയ ഫോർ കോൺഗ്രുവൻസ് ഓഫ് ട്രയാംഗിൾസ് എന്താണെന്ന് നോക്കാം. കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാൻ നമ്മൾ ഏതൊക്കെ റൂൾ യൂസ് ചെയ്യും? SAS റൂൾ യൂസ് ചെയ്യും, ASA റൂൾ യൂസ് ചെയ്യും, AAS റൂൾ യൂസ് ചെയ്യും, SSS റൂൾ യൂസ് ചെയ്യും, RHS റൂൾ. അങ്ങനെ 5 റൂളാണ് നമ്മൾ കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യാം. അതിൽ ഏത് വേണേ ആവാം. കിട്ടിയ പ്രോബ്ലം അനുസരിച്ചാണ് നമ്മൾ റൂള് സെലക്ട് ചെയ്തിട്ട് കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാം. നമുക്ക് ഓരോ റൂൾ എന്താണെന്ന് പഠിക്കാം. SAS എന്ന് പറഞ്ഞാൽ സൈഡ് ആംഗിൾ സൈഡ്, അല്ലെങ്കിൽ സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും എന്ന് പറയും. ASA റൂള് പറഞ്ഞാൽ ആംഗിൾ സൈഡ് ആംഗിൾ, 2 ആംഗിളും ഇൻക്ലൂഡഡ് സൈഡും. AAS എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ആംഗിൾ സൈഡ്. SS എന്ന് പറഞ്ഞാൽ സൈഡ് സൈഡ് സൈഡ്. RHS എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ഹൈപ്പോട്ടിന്യൂസ് സൈഡ്. SAS എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻക്ലൂഡഡ് ആംഗിൾ സൈഡ്. ASA പറഞ്ഞാൽ ആംഗിൾ ഇൻക്ലൂഡഡ് സൈഡ് ആംഗിൾ. AAS എന്ന് പറഞ്ഞാൽ ആംഗിൾ ആംഗിൾ സൈഡ്. SSS എന്ന് പറഞ്ഞാൽ സൈഡ് സൈഡ് സൈഡ്. RHS എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ഹൈപ്പോട്ടിന്യൂസ് സൈഡ്. ഇതിൽ സൈഡ് 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 എന്ന് പറഞ്ഞാൽ എന്താ? 3 സൈഡും മറ്റേ ട്രയാംഗിളും ആയിട്ട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ SSS എന്ന് പറയും. നമുക്ക് 2 ട്രയാംഗിൾസ് തന്നിട്ടുണ്ട്. അതിന്റെ കോൺഗ്രുവൻസ് അല്ലെങ്കിൽ ഇക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ 1 പെയർ ഓഫ് സൈഡ് ഓർ 1 പെയർ ഓഫ് ആംഗിൾസ് ആർ നോട്ട് സഫീഷ്യന്റ് എന്നാണ് പറയുന്നത്. സഫീഷ്യന്റ് അല്ല, അതിൽ കൂടുതൽ വേണം. ഒന്നുകിൽ 2 സൈഡ് ഒരു ആംഗിള്, അല്ലെങ്കിൽ 2 ആംഗിൾ ഒരു സൈഡ്, അല്ലെങ്കിൽ 3 സൈഡ്, അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിള് ഹൈപ്പോട്ടിന്യൂസ് സൈഡ്. ഇത് ഓരോ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 2 ട്രയാംഗിൾ തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ SAS ആണ് നോക്കുന്നത്. നമുക്ക് 2 ട്രയാംഗിൾ തന്നിട്ടുണ്ട്. ABC PQR 2 ട്രയാംഗിൾ തന്നിട്ടുണ്ട്. ഇത് 2 കോൺഗ്രുവന്റ് ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് SAS തിയറം വെച്ചിട്ട് ഈ 2 ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആണ് പ്രൂവ് ചെയ്യാനാണ് തന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും?
AB ഈക്വൽ ടു PQ ആണോ നോക്കും. ഇത് ഏതാണ്, ഏത് രണ്ട് സൈഡാണ് ഈക്വൽ എന്ന് നോക്കും. അത് ഒരു സൈഡ് പ്രൂവ് ചെയ്യും. പിന്നെ അടുത്തത് ഏതാ, അടുത്ത സൈഡ് BC ഈക്വൽ ടു QR ആണോ നോക്കും. അടുത്ത സൈഡ് കിട്ടി. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ ഏതാ, ABയും BCയും. ABയും BCയും തമ്മിലുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ B ആണുള്ളത്. ആംഗിൾ B എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, ABC, എൻ്റെയും സിൻ്റെയും ഇടയിലുള്ള ആംഗിൾ B, ആംഗിൾ ABC എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ആംഗിൾ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതുകയാണ് നല്ലത്. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും ഉത്തരം കണ്ടുപിടിക്കാനൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറയുന്നത്. ആംഗിൾ B എന്ന് എഴുതിയാൽ ഈ കേസിൽ ശരിയായിരിക്കും, പക്ഷേ വേറെ കേസ് വരുമ്പോൾ അത് കുറച്ച് കോംപ്ലക്സ് ആവും. ആംഗിൾ B എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആവും. കോംപ്ലക്സ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ എഴുതുകയാണ് ആംഗിൾ നല്ലത്. 3 പോയിന്റ്സ് വെച്ചിട്ട് ആംഗിൾസ് റെപ്രസെന്റ് ചെയ്യാണ് നല്ലത്. അപ്പം നമ്മൾ ഇവിടെ ഇൻക്ലൂഡഡ് ആംഗിൾ B ആണ്. ഈ ഭാഗത്തിന് ഇൻക്ലൂഡഡ് ആംഗിൾ എന്താ, PQ QR. PQ QR ഇടയിലുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ Q ആണ്. ആംഗിൾ PQR ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇൻക്ലൂഡഡ് ആംഗിൾ ഇത് മൂന്നും ശരിയാണെങ്കിൽ മാത്രം ഇത് ABC കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ APQR. ശ്രദ്ധിക്കണം, ABC നോട്ട് കോൺഗ്രുവന്റ് ടു QRP. QRP എന്ന് പറഞ്ഞാൽ കോൺഗ്രുവന്റ് ആയിരിക്കില്ല. നമുക്ക് SAS തിയറം ഇതിന് മുന്നേ ഉള്ള പഠിച്ച പ്രൂഫുകൾ വെച്ചിട്ട് നമുക്ക് SAS തിയറം പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നമ്മൾ ഒരു റിസൾട്ട് ആയിട്ടാണ് പഠിക്കുന്നത്. ഇത് പ്രൂവ് ചെയ്യാണ്ട് ഒരു റിസൾട്ട് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി വരുന്ന തിയറംസ് ഒക്കെ നമ്മൾ പ്രൂവ് ചെയ്യും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ OA ഈക്വൽ ടു OB ആൻഡ് OD ഈക്വൽ ടു OC ഷോ ദാറ്റ് triangle AOD is congruent to triangle BOC and that AD parallel to BC. അതിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്ന് നോക്കാം. നമുക്ക് ഏതൊക്കെ ട്രയാങ്കിളാ പ്രൂവ് ചെയ്യാൻ തന്നത്, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ തന്നത്, ട്രയാങ്കിൾ AODയും ആൻഡ് ട്രയാങ്കിൾ BOC. AODയും BOCയും. അതിൽ നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഗിവൺ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം തന്നെ ഇത് കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തത്. വേറെയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ചിലപ്പോൾ ആദ്യം നമുക്ക് ആ തന്നിരിക്കുന്ന ട്രയാങ്കിളിൽ തന്നെ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ വേറെ ട്രയാങ്കിൾസ് ഒക്കെ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യനിലേക്ക് വരുള്ളൂ. അത് ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്നുള്ളത് ഓരോ പോലെയാണ്. ഓരോ ക്വസ്റ്റ്യനും ചെയ്യുന്നത് ഓരോ പോലെയാണ്. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക. ഈവൻ എന്താ, OA ഈക്വൽ ടു OB. OA OB ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അടുത്തെന്താ, OD ഈക്വൽ ടു OC ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്, ഒരു ആംഗിൾ. അത് ഏത് ആംഗിളാ, ഇൻക്ലൂഡഡ് ആംഗിൾ. ആംഗിൾ AOD ആണ് നമുക്ക് വേണ്ടത്. AODയും ആംഗിൾ BOC ഈക്വൽ ആണോ എന്ന് നോക്കുക വേണ്ടത്. AOD എന്ന് പറഞ്ഞാൽ ഏതാങ്കിൾ, AOD ഈ ആംഗിൾ, BOC എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ. അത് രണ്ട് ഈക്വൽ അല്ലേ, കാരണം എന്താ, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ, ട്രയാങ്കിൾ AOD കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ BOC. ഏത് തിയറം, SAS തിയറം. SAS തിയറെന്നോ SAS റൂളിനോ അല്ലെ SAS കോൺഗ്രുവൻസി റൂളിനോ അങ്ങനെ എന്താ വെച്ചാൽ എഴുതാം. ഇപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് കിട്ടി. കോൺഗ്രുവന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആംഗിൾ ആംഗിൾ OBC ഈക്വൽ ടു ആംഗിൾ OAD എന്ന് പറയാം. അതേപോലെ ആംഗിൾ
ഒ സി ബി ഈക്വൽ ടു ആംഗിൾ ഒ ഡി എ എന്ന് പറയാം. ഇത് രണ്ടും പറയാം. ഇത് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അത് മാത്രമല്ല ആംഗിൾ ഒ ബി സി ആംഗിൾ ഒ എ ഡിയും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതേപോലെ ആംഗിൾ ഒ സി ബിയും ആംഗിൾ ഒ ഡി എയും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഈ രണ്ട് പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. നമുക്ക് എന്ത് കിട്ടി? വി ഒബ്റ്റെയിൻ ദ അബൌട്ട് ടു പെയർസ് ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആസ് ഈക്വൽ. നമുക്ക് രണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾ കിട്ടി, അത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താ അർത്ഥം? ഇംപ്ലൈസ് എ ഡി പാരലൽ ടു സി ബി എന്നാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബി ഈസ് എ ലൈൻ സെഗ്മെന്റ് ആൻഡ് ലൈൻ എൽ is a perpendicular bisector. If a point P lies on L, show that P is equidistant from A and B. ആദ്യം നമുക്ക് ലൈൻ ഉണ്ട്. ഏതാ ലൈൻ? എ ബി ആണ്. ലൈൻ സെഗ്മെന്റ് ആണ്. ലൈൻ സെഗ്മെന്റ് എ ബി. അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ട് ഒരു ലൈൻ ഉണ്ട്. ഏതാ? എൽ. എൽ പറഞ്ഞ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ടുള്ള ലൈൻ എൽ. ഒരു പോയിന്റ് ഉണ്ട് പി. എവിടെയാണ്? ലൈനിന്റെ മുകളിൽ. എല്ലിന്റെ മുകളിൽ ഒരു പോയിന്റ് പി ഉണ്ട്. അത് എയുമായിട്ട് കണക്ട് ചെയ്തു, ബിയുമായിട്ട് കണക്ട് ചെയ്തു. എയും ബിയും ആയിട്ട് ആ പോയിന്റ് കണക്ട് ചെയ്തു. ഇനി എന്താ പ്രൂവ് ചെയ്യാണ്? പി ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ആൻഡ് ബി. ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ നമുക്കത് കോൺഗ്രുവൻസി വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. കോൺഗ്രുവൻസി വെച്ച് എങ്ങനെ പ്രൂവ് ചെയ്യാം? ആദ്യം നമുക്ക് ഈ പോയിന്റിനെ നമുക്ക് സി എന്ന് വിളിക്കാം. സിയുടെ triangle ACP and triangle BCP. Consider triangle ACP and triangle BCP. ACP എന്താ? ACP യിൽ നമുക്ക് എന്തൊക്കെ പറയാം? AC ഈക്വൽ ടു BC എന്ന് പറയാം. ബൈസെക്ടർ ആണ്. അല്ലെങ്കിൽ C is mid point ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നല്ല പറഞ്ഞത്. അടുത്തെന്താ? CP ഈക്വൽ ടു CP എന്ന് പറയാം. കാരണം എന്താ? കോമൺ സൈഡാണ്. രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള സൈഡ് ആയതുകൊണ്ടാണ് സി പി ഈക്വൽ ടു സി പി എന്ന് പറഞ്ഞത്. ഇനി എന്താ? ഈ സൈഡും കിട്ടി, ഈ സൈഡും കിട്ടി. അടുത്തത് ഈ ഇൻക്ലൂഡഡ് ആംഗിൾ. ഇതാണ് നമ്മളുടെ ഇൻക്ലൂഡഡ് ആംഗിൾ. ഇതുമാണ് നമ്മളുടെ ഇൻക്ലൂഡഡ് ആംഗിൾസ്. അതായത് ആംഗിൾ എ സി പിയും ട്രയാങ്കിൾ ബി സി പിയും ഈക്വൽ ടു 90 ആണ്. കാരണം എന്താ? എ സി പി ബി സി പിയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ആണ് അർത്ഥം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ ഒരു സൈഡ് കിട്ടി, രണ്ടാമത്തെ സൈഡ് കിട്ടി, അതിന്റെ ഇൻക്ലൂഡഡ് ആംഗിളും കിട്ടി. അപ്പം നമുക്ക് എന്ത് എഴുതാം? ട്രയാങ്കിൾ എ സി പി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ബി സി പി എന്ന് പറയാം. ഏത് റൂൾ വെച്ചിട്ട്? SAS റൂൾ വെച്ചിട്ട് നമുക്ക് കോൺഗ്രുവൻസി പറയാം. ഈ രണ്ട് ട്രയാങ്കിൾസും കോൺഗ്രുവന്റ് ആയി. കോൺഗ്രുവന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എ പി ഈക്വൽ ടു ബി പി എന്ന് പറയാം. കാരണം എന്താ? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ സി പി സി ടി. കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് സി പി സി ടി എന്ന് പറയാം. എ പി എന്ന് പറഞ്ഞ ലെങ്ത്തും ഈ ബി പി എന്ന് പറഞ്ഞ ലെങ്ത്തും കറസ്പോണ്ടിങ് പാർട്സ് ആയിരുന്നു. ഫസ്റ്റ് ട്രയാങ്കിളിൽ സെക്കൻഡ് ട്രയാങ്കിളിൽ കറസ്പോണ്ടിങ് പാർട്സ് ആണ്. അതുകൊണ്ട് അത് ഈക്വൽ ആണെന്ന് പറയാം. അത്രേ ഉള്ളൂ. SAS കോൺഗ്രുവൻസി പറഞ്ഞ റൂൾ ഉണ്ട്. പക്ഷേ ASS എന്ന് പറഞ്ഞ കോൺഗ്രുവൻസി റൂൾ ഇല്ല. അല്ലെങ്കിൽ SSA എന്ന് പറഞ്ഞ കോൺഗ്രുവൻസി റൂളും ഇല്ല. SAS കോൺഗ്രുവൻസി ഉണ്ട്, ASS എന്ന് പറഞ്ഞതും SSA പറഞ്ഞ കോൺഗ്രുവൻസി ഇല്ല. അടുത്തെന്താ നമുക്ക് പഠിക്കാനുള്ളത്? ASA കോൺഗ്രുവൻസി റൂളാണ്. നമുക്ക് അടുത്ത തിയറം നോക്കാം. ASA കോൺഗ്രുവൻസ് റൂൾ. Two triangles are congruent if two angles and the included side of one triangle are equal to the two angles and the included side of the other triangle. എന്താ പറയുന്നത്? ആദ്യം നമ്മൾക്ക് ഒരു ട്രയാങ്കിൾ ABC ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. രണ്ടാമത്തെ ട്രയാങ്കിൾ PQR
ആർ. ഇവിടെ ആംഗിൾ ബി ആംഗിൾ ആറിനോടും ആംഗിൾ സി ആംഗിൾ പിനോട് ഈക്വൽ ആണെന്ന് വിചാരിച്ചോളൂ. പിന്നെന്താ നമുക്ക് വേണ്ടത്? 2 ആംഗിൾസ് കിട്ടി. പിന്നെ ഇൻക്ലൂഡഡ് സൈഡ് ഓഫ് വൺ ട്രയാങ്കിൾ ആർ ഈക്വൽ ടു ദ 2 ആംഗിൾസ് ആൻഡ് ഇൻക്ലൂഡഡ് സൈഡ് ഓഫ് ദ അതർ. ഇത് രണ്ടും തമ്മിലുള്ള ഇൻക്ലൂഡഡ് സൈഡ് ഏതാ? ബി സി. ഇവിടെ ഇൻക്ലൂഡഡ് സൈഡ് ഏതാ? ആർ പി. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് അത് ആ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയാൻ പറ്റുമോ? എ ബി സി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഇത് കറസ്പോണ്ടിങ് ആയിട്ടല്ല നമ്മൾ എഴുതുന്നത്. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതേണ്ട ബി സി എ കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ആർ പി ക്യു, അല്ലെങ്കിൽ ട്രയാങ്കിൾ എ സി ബി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ക്യു പി ആർ എന്ന് പറയും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, തിരിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എങ്ങനെ എഴുതാൻ പറ്റില്ല? എ ബി സി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് എഴുതാൻ പറ്റില്ല. കാരണം കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സും ആംഗിൾസും തന്നെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. നമുക്ക് ഇത് പ്രൂഫ് പഠിക്കാം. എ ബി സി പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്, ഡി ഇ എഫ് എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. നമുക്ക് ബി ഈക്വൽ ടു സി, ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ഇ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ഡി ഇ എഫ്. എ ബി സി ഈക്വൽ ടു ആംഗിൾ ഡി ഇ എഫ് എന്ന് പറയാം. ഈ ആംഗിൾ ഈക്വൽ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആംഗിൾ ഏതാ? ആംഗിൾ സി ആണ്. ആംഗിൾ സി എന്ന് പറഞ്ഞാൽ സീനെ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ സി ബി എന്ന് എഴുതാം. ആംഗിൾ എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ഇ എഫ് ഡി എന്ന് എഴുതാം. അങ്ങനെ രണ്ട് ആംഗിൾ തന്നു. രണ്ടാമത്തെ ആംഗിൾ ഇത്. അത് രണ്ടും തമ്മിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സൈഡ് ഏതാ? ബി സി. ബി സി ഈക്വൽ ടു ഇ എഫ് ആണെന്ന് തന്നു. നമുക്ക് കേസ് 1 ഉണ്ട്, കേസ് 2, കേസ് 3. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ബി സി ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ഡി ഇ എഫ് എന്നാണ്. എ ബി വന്നതും ഡി ഇ ആയിട്ട് ഈക്വൽ ആണ്, ബി സി എന്ന് പറഞ്ഞത് ഇ എഫ് ആയിട്ട് ഈക്വൽ ആണ്. പിന്നെ ഒരു ഇൻക്ലൂഡഡ് ആംഗിൾ, ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ഡി ഇ എഫ് അവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ഡി ഇ എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ഡി ഇ എഫ് എന്ന് പറയാം. കാരണം എന്താ? SAS വെച്ചിട്ട് പറയാം. അടുത്ത കേസ് എന്താ? എ ബി ഗ്രേറ്റർ ദാൻ ഡി ഇ. മൂന്നാമത്തെ കേസ് എ ബി ലെസ് ദാൻ ഡി ഇ. ഏതൊക്കെയാണ് കേസുകൾ? എ ബി ഈക്വൽ ടു ഡി ഇ ആവാം, എ ബി ഗ്രേറ്റർ ദാൻ ഡി ഇ ആവാം, എ ബി ലെസ് ദാൻ ഡി ഇ ആവാം. അടുത്ത കേസ് നോക്കാം. എ ബി ഗ്രേറ്റർ ദാൻ ഡി ഇ. എ ബി ഗ്രേറ്റർ ദാൻ ഡി ഇ ആണെങ്കിൽ നമുക്ക് ഒരു പി പറഞ്ഞ പോയിന്റ് എടുക്കാം എ ബിയിലുള്ള. അത് എവിടെയാണ്? ഡി ഇ പറഞ്ഞ ലെങ്ത്തിലാണ് പി. അപ്പം ഡി പി ഈക്വൽ ടു ഡി ഇ എന്ന് എടുക്കാം. എന്ന് പറഞ്ഞ പോയിന്റ് എങ്ങനെ എടുക്കുന്നത്? ഡി പി പറഞ്ഞ ലെങ്ത്തും ഡി ഇ എന്ന് പറഞ്ഞ ലെങ്ത്തും ഈക്വൽ ആയിട്ടുള്ള പോയിന്റ് ആണ് പി പറഞ്ഞിട്ട് എടുക്കുന്നത്. അടുത്തെന്താ? ബി സി ഈക്വൽ ടു ഇ എഫ് എന്ന് പറയാം. ബി സിയും ഇ എഫും ഈക്വൽ ആണ്. അടുത്തെന്താ? ആംഗിൾ ബി. ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ ഡി ഇ എഫ്. എ ബി സിയും ആംഗിൾ ഡി ഇ എഫ് ഈക്വൽ. എ ബി സിയും ആംഗിൾ ഡി ഇ എഫ് ഈക്വൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് സൈഡും ഒരു ആംഗിളും ഇൻക്ലൂഡഡ് ആംഗിളും. രണ്ട് സൈഡും ഒരു ഇൻക്ലൂഡഡ് ആംഗിളും. ട്രയാങ്കിൾ പി ബി സി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ ഡി ഇ എഫ് എന്ന് പറയാം. ഏത് റൂളാണ്? SAS റൂൾ വെച്ചിട്ട്. SAS റൂൾ വെച്ച് അത് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ പി സി ബി ഈക്വൽ ടു ആംഗിൾ ഡി എഫ് ഇ എന്ന് പറയാം. ആംഗിൾ പി സി ബി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ ഡി എഫ് ഇ. പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഗിവൺ എന്താ? ആംഗിൾ എ സി ബി. ആംഗിൾ എ സി ബി ഈക്വൽ ടു ആംഗിൾ ഇ എഫ് ഡി എന്ന് പറയാം. ഡി എഫ് ഡി അല്ലെങ്കിൽ ഡി എഫ് ഇ. നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എന്ത് പറയണം?
ആംഗിൾ പി സി ബി ഈക്വൽ ടു ആംഗിൾ എ സി ബി എന്ന് പറയാം. പി സി ബി എ സി ബി ഈക്വൽ ആവണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി കോയിൻസൈഡ്സ് വിത്ത് എ എന്ന് പറയാം. പി എന്റെ മുകളിൽ തന്നെയാണ് ഉള്ളത്, എന്നാൽ മാത്രമേ നമുക്ക് ഇത് എന്ത് എഴുതാൻ പറ്റുള്ളൂ? പി സി ബി ഈക്വൽ ടു എ സി ബി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ എ ബി ഗ്രേറ്റർ ദാൻ ഡി ആണ് എടുത്തത്. ഇനി എ ബി ലെസ് ദാൻ ഡി ആണെങ്കിൽ, എ ബി ലെസ് ദാൻ ഡി ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? ട്രയാങ്കിൾ എ ബി ഇവിടെ ഡി ഇ എഫ് ആണ്, എ ബി സി ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ എ ബി ലെസ് ദാൻ ഡി ആണ്. എ ബി ലെസ് ദാൻ ഡി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എ ബി എന്നുള്ള ലെങ്ത് ഇ എം ആയിട്ട് എടുക്കും. എ ബി ഈക്വൽ ടു ഇ എം ആയിട്ട് എടുക്കും. എന്നിട്ട് ഇപ്പൊ നമ്മൾ കേസ് ടൂൾ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് കോൺഗ്രുവൻസി പറയും. കോൺഗ്രുവൻസി പറഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പറയും? ഇത് കോയിൻസൈഡ് ചെയ്യാൻ, ഡി എമ്മും കോയിൻസൈഡ് ചെയ്യാൻ മാത്രമേ സെയിം ആവുള്ളൂ, ആംഗിൾ സെയിം ആവുള്ളൂ എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാം. നമുക്ക് അടുത്ത എന്താ പഠിക്കാൻ നോക്കാം? AAS congruency rule. AAS congruency rule എന്താ പറയുന്നത്? Two triangles are congruent if any two pairs of angles and one pair of corresponding sides are equal. ഏതെങ്കിലും രണ്ട് ആംഗിൾസും ഒരു പെയർ ഓഫ് കറസ്പോണ്ടിങ് സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. ഏതെങ്കിലും രണ്ട് ആംഗിൾസും ഒരു സൈഡും. പിന്നെന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? Equality of three angles is not sufficient for congruency of triangle. നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ട്, സേ പി ക്യു ആറും എ ബി സിയും. നമുക്ക് പി എന്ന് പറഞ്ഞ ആംഗിളും എ എന്ന് പറഞ്ഞ ആംഗിളും തന്നിട്ടുണ്ട്, ഈക്വൽ ആണ്. ക്യു പറഞ്ഞ ആംഗിളും ബി എന്ന് പറഞ്ഞ ആംഗിളും തന്നിട്ടുണ്ട്, ഈക്വൽ ആണ്. ആറ് പറഞ്ഞ ആംഗിളും സി പറഞ്ഞ ആംഗിളും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. എന്നാൽ പോലും ഈവൻ ദെൻ triangle ABC cannot be said that it is congruent to triangle PQR. ABC congruent ആണെന്ന് പറയാൻ പറ്റില്ല. ഈ മൂന്ന് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞതിന് പുറമെ നമുക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽസ് തന്നാൽ മാത്രമേ അത് നമുക്ക് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. മൂന്ന് ആംഗിൾസ് മാത്രം വെച്ചിട്ട് അത് കോൺഗ്രുവൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലൈൻ സെഗ്മെന്റ് AB is parallel to line segment CD. O is the midpoint of AD. Show that triangle AOB is congruent to triangle DOC and that O is also the midpoint of BC. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ആദ്യം കൺസിഡർ ചെയ്യാം? കൺസിഡർ triangle AOB and triangle COD. ട്രയാങ്കിൾ AOBയും ട്രയാങ്കിൾ CODയും കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എഴുതാം ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ COD എന്ന് എഴുതാം. കാരണം എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. പിന്നെന്ത് എഴുതാം? ഇത് പാരലൽ ആണ് തന്നിട്ടുണ്ട്. AB is parallel to CD എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലോ ആംഗിൾ OCD ഈക്വൽ ടു ആംഗിൾ ABO. OCD എന്ന് പറഞ്ഞ ആംഗിൾ, അതായത് ഈ ആംഗിളും ABO പറഞ്ഞ ആംഗിൾ, ഈ ആംഗിളും. ഇത് ABയും CDയും പാരലൽ ആണെങ്കിൽ ഈ ആംഗിളും ഈക്വൽ ആണ്. കാരണം എന്താ? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പൊ രണ്ട് ആംഗിൾ കിട്ടി. AS ഏതൊക്കെയാണ്? രണ്ട് ആംഗിളും ഒരു സൈഡും ആ വേണ്ടത്. ഇവിടെ വേറെ എന്താ തന്നിട്ടുള്ളത്? O is the midpoint of AD. O is the midpoint of AD എന്ന് പറഞ്ഞാൽ ഈ ആംഗിളും അല്ല, ഈ സൈഡും ഈക്വൽ ആണ്. AO ഈക്വൽ ടു OD എന്ന് തന്നിട്ടുണ്ട്. AO ഈക്വൽ ടു OD എന്ന് തന്നിട്ടുണ്ട്. മിഡ് of AD. O is the midpoint of AD. അപ്പൊ നമുക്ക് രണ്ട് ആംഗിളും കിട്ടി, ഒരു സൈഡും കിട്ടി. AS റൂൾ വെച്ചിട്ട് നമുക്കിത്
കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. എ ഒ ബി കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ സി ഒ ഡി. കാരണം എന്താ? എ എസ് റൂൾ വെച്ച് അത് കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടി. ഇനി O is also the midpoint of BC. അപ്പോൾ കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടി. കോൺഗ്രുവൻ്റ് ആണെങ്കിൽ എന്താ? മറ്റേ സൈഡും ഈക്വൽ ആയിരിക്കും. ഒ ബി ഈക്വൽ ടു ഒ സി ആയിരിക്കും. ഒ ബിയും ഒ സി ഈക്വൽ. അതെന്താ? സി പി സി ടി കാരണം കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് വെച്ചിട്ട് ഒ ബി ഈക്വൽ ടു ഒ സി എന്ന് പറയാം. അതാണ് രണ്ടാമത്തെ ഭാഗം.